സംസ്ഥാനത്ത് കടുത്ത ചൂട് ഒരാഴ്ച കൂടി. ജാഗ്രതാ നിർദ്ദേശം 31 വരെ തുടരും. ജില്ലയിൽ 11 പേർക്ക് സൂര്യാതപമേറ്റു. കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം നടപ്പാകുന്നില്ല. വൈദ്യുതി എത്താത്ത അംഗൻവാടികളിൽ ദുരിതം പേറുന്നു കുരുന്നുകൾ. മത്സ്യമേഖല വറുതിയിലായതോടെ തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയ മത്സ്യബന്ധന രീതികളും പ്രതിസന്ധിയായി. അധ്യയന വർഷാവസാനം ആഘോഷം അതിരുകടന്നു. മതിലകത്ത് 10ാം ക്ലാസ്സുകാരന് കുത്തേറ്റു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കടുത്ത ചൂട് ഒരാഴ്ച കൂടി തുടരും. ജാഗ്രതാ നിർദ്ദേശം 31 വരെ നീട്ടി. 38.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ജില്ലയിൽ വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പുറം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ തൊഴിൽ സമയക്രമം കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 3 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ചൂട് ശക്തമായതോടെ പകർച്ചവ്യാധികൾ പടരുന്നത് തടയാൻ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സുമാണ് പടരുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച 23 പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ 11 പേർക്ക് സൂര്യാതപമേറ്റു. മറ്റത്തൂർ ചൊക്കനയിൽ തോട്ടം തൊഴിലാളിക്കും മാള വടമയിൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകനും എളവള്ളിയിൽ മധ്യവയസ്കനുമാണ് സൂര്യാതപമേറ്റത്. ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ തൊഴിലാളി കാട്ടുങ്ങൽ സതീശനാണ് സൂര്യാതപമേറ്റത്. ശരീരത്തിൽ നീറ്റൽ അനുഭവപ്പെടുകയും തടിപ്പുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. മാളയിൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകൻ വടമ സ്വദേശി ചിറമേൽ അനിലിനാണ് സൂര്യാതപമേറ്റത്. ഗ്രൗണ്ടിൽ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വയറിൻ്റെ ഇടത്തെ സൈഡ് ഒരു ചൊറിച്ചിൽ പോലെ തോന്നി. അപ്പോൾ നോക്കിയപ്പോൾ ഈ തീ പൊള്ളിയ പോലെ പാട് കണ്ടു. എന്നിട്ട് ഞാൻ ഡോക്ടറെ സമീപിച്ചു. പാവർട്ടിയിൽ എളവള്ളി സ്വദേശി ബാബുരാജനാണ് സൂര്യാതപമേറ്റത്. അതേസമയം പല മേഖലയിലും കടുത്ത ചൂടിനെ അവഗണിച്ച് ഡ്രൈവിംഗ് പരിശീലനം ഉൾപ്പെടെ തുറന്ന സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചൂട് കനത്തതോടെ തീരദേശ മേഖലയിൽ കോഴികൾ ചത്തൊടുങ്ങുന്നു. തിരുവത്ര കോട്ടപ്പുറം മേഖലയിലാണ് വീടുകളിലെ വളർത്തുകോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത്. തിരുവത്ര കോട്ടപ്പുറം ചിങ്ങനാത്ത് അബ്ദുൾ ജബ്ബാറിന്റെ വീട്ടിൽ വളർത്തുന്ന 36 നാടൻ കോഴികളും കടാമ്പുള്ളി ശശിയുടെ വീട്ടിലെ 70ഓളം കോഴികളുമാണ് ചത്തത്. ആദ്യം തൂങ്ങി നിൽക്കുകയും പിന്നീട് 2 ദിവസത്തിനു ശേഷം ചത്തൊടുങ്ങുകയുമാണെന്ന് വീട്ടുകാർ പറയുന്നു. ചൂടിന്റെ കാഠിന്യം മൂലമാണ് കോഴികൾ ചത്തൊടുങ്ങുന്നതെന്ന് സീനിയർ വെറ്റിനറി സർജൻ രഞ്ജി ജോൺ പറഞ്ഞു. കൊടും ചൂടിൽ നാടാകെ വെന്തുരുകുമ്പോൾ ഫാൻ ഉണ്ടായിട്ടും അവയൊന്ന് കറങ്ങി കാണാൻ ആഗ്രഹിക്കുകയാണ് താന്യത്തെ അംഗൻവാടിയിലെ കുട്ടികൾ. ഇത് പെരിങ്ങോട്ടുകരയിലെ താന്യത്തുള്ള 107 നമ്പർ സ്നേഹ അംഗൻവാടി. പേരിലെ സ്നേഹം പോലെ തന്നെയാണ് ഇവിടെ എത്തുന്ന കുരുന്നുകളോട് ജീവനക്കാർക്കും. കളിപ്പാട്ടങ്ങളും കുസൃതികളും നിറഞ്ഞ ഈ അംഗൻവാടിയിൽ ഫാനുകളും ട്യൂബ് ലൈറ്റുകളുമൊക്കെ ആവശ്യാനുസരണമുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് 10 മാസമായിട്ടും സമീപ പ്രദേശത്തുകൂടി വൈദ്യുതി എത്തിക്കാനാകാത്തതിനാൽ ഇവിടെ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല. ചൂട് കനത്തതോടെ കുട്ടികൾക്കും ദുരിതമേറി. എന്നാൽ ഇവിടുത്തെ ജീവനക്കാരായ ഷീജയുടെയും ശ്രീജയുടെയും പരിചരണത്തിൽ പുറത്തുള്ള ചൂടിന്റെ കാഠിന്യം ഇവർക്കില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒന്ന് മയങ്ങാമെന്ന് കരുതിയാലും ചൂടിന്റെ കാഠിന്യത്താൽ കുട്ടികൾ ഉറങ്ങില്ല. ഇതിന് പ്രതിവിധിയായാണ് കുട്ടികൾ ഉറങ്ങും വരെ വിശറി കൊണ്ട് 2 വശങ്ങളിലും ഇരുന്ന് മാറി മാറി ഇവർക്ക് വീശിക്കൊടുത്ത് ഉഷ്ണമകറ്റുന്നത്. ഇവിടെ അംഗൻവാടിയിൽ 12 കുട്ടികളുണ്ട്. ഇവിടെ കറണ്ട് കിട്ടാത്ത കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വീശിയിട്ട് ഞാൻ പിള്ളേരെ ഉറക്കാറ്. ഗീതാ ഗോപി MLA ആണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. വൈദ്യുതി എത്തിച്ച് കുരുന്നുകളുടെ ദുരിതമകറ്റണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. TCV അന്തിക്കാട്. വൈദ്യുതീകരണ ജോലികളെല്ലാം കഴിഞ്ഞിട്ടും 1 മാസത്തിലേറെയായി വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ അംഗൻവാടി. ചുട്ടുപൊള്ളുന്ന ചൂടിൽ കറങ്ങാത്ത ഫാനിന് കീഴിലിരുന്ന് വിയർക്കുകയാണ് കുരുന്നുകൾ. പാഞ്ഞാൾ പഞ്ചായത്തിലെ 10ാം വാർഡിൽ മുല്ലയ്ക്കൽ ചീർപ്പ് 39 നമ്പർ അംഗൻവാടിയിലെ കുട്ടികളാണ് ദുരിതമനുഭവിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ പണി പൂർത്തിയാക്കിയ അംഗൻവാടിയുടെ തൊട്ടടുത്തുവരെ വൈദ്യുതി എത്തിയിട്ടുണ്ട്. 18 കുട്ടികൾ പഠിക്കുന്ന ഇവിടെ മിക്ക ദിവസവും 10ഓളം വിദ്യാർത്ഥികൾ മാത്രമേ എത്തുന്നുള്ളൂ. ചൂടുകൂടി തല വിയർക്കുന്നത് മൂലം ജലദോഷവും ചുമയും മിക്ക കുട്ടികൾക്കുമുണ്ട്. ഇതുമൂലം കുട്ടികളെ അംഗൻവാടിയിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾക്ക് മടിയാണ്. ഉച്ചസമയങ്ങളിൽ കുട്ടികൾ ഉറങ്ങുന്ന പതിവുണ്ടെങ്കിലും ചൂട് മൂലം കുറച്ചു കുട്ടികൾ ഉറങ്ങാതെയും മറ്റു കുട്ടികൾ തളർന്നുറങ്ങുകയുമാണ്.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച അംഗൻവാടിയാണിത്. കടുത്ത ചൂടിൽ അംഗൻവാടികളിൽ കൂളറടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശമുള്ളപ്പോഴാണ് വൈദ്യുതി പോലുമില്ലാതെ ഈ അംഗൻവാടിയുടെ പ്രവർത്തനം. TCV ചേലക്കര. കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയ മത്സ്യബന്ധന രീതികളും പ്രതിസന്ധിയായി. മത്സ്യബന്ധന മേഖല വറുതിയിലായതോടെ തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. ഇത്തവണ ചെമ്മീൻ കൊയ്ത്ത് നടത്താനാവാതിരുന്നതോടെ മത്സ്യത്തൊഴിലാളികൾ കടുത്ത നിരാശയിലാണ്. സാധാരണ ഇക്കാലയളവിൽ ഒരു ദിവസം 25,000 മുതൽ 30,000 കിലോ വരെ ചെമ്മീൻ ലഭിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ 4,000 കിലോയിൽ താഴെ മാത്രം ചെമ്മീനാണ് ലഭിക്കുന്നത്. വൻ തുക ചെലവിൽ ബോട്ടുകൾ കടലിലിറക്കിയിട്ടും ചെലവായ തുക പോലും പലർക്കും ലഭിക്കുന്നില്ല. ഇതുമൂലം വൻ കടബാധ്യതയിലാണ് തൊഴിലാളികളിൽ പലരും. 200ഓളം ബോട്ടുകളുള്ള മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും വിരലിലെണ്ണാവുന്ന ബോട്ടുകൾ മാത്രമാണ് മത്സ്യബന്ധനത്തിനായി ഇപ്പോൾ കടലിൽ പോകുന്നത്. മത്സ്യക്കൊയ്ത്ത് പ്രതീക്ഷയിൽ പോകുന്ന ഇവർ ഞണ്ട്, മാതൽ തുടങ്ങിയവയുമായി നിരാശയോടെയാണ് മിക്കപ്പോഴും മടങ്ങുന്നത്. 5 വർഷത്തിനിടെ ആദ്യമായാണ് ഇതുപോലൊരു സ്ഥിതി ഉണ്ടാവുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. TCV ചാവക്കാട്. അധ്യയന വർഷാവസാനാഘോഷം അതിരുകടന്നു. മതിലകത്ത് 10ാം ക്ലാസ്സുകാരന് കുത്തേറ്റു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ആൽഡ്രിൻ ബെന്നിക്കാണ് കുത്തേറ്റത്. വിദ്യാർത്ഥിയെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ മതിൽക്കെട്ടിന് പുറത്തായിരുന്നു സംഘർഷം. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കേറ്റം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ഇടതു നെഞ്ചിന് താഴെയാണ് ആൽഡ്രിന് കുത്തേറ്റത്. പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. വിദ്യാലയത്തിലെ ഇംഗ്ലീഷ്, മലയാളം മീഡിയങ്ങളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പൂർവ്വ വൈരാഗ്യമാണ് സംഘർഷത്തിന് കാരണമെന്നാണ് സൂചന. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മോഷണം നടന്ന വീട്ടിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസമാണ് കണ്ണമ്പുള്ളിപ്പുറത്തെ 2 വീടുകളിൽ മോഷണം നടന്നത്. കൊല്ലാറ ശിവരാമൻ, കൊരട്ടിൽ മോഹനൻ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. മോഷ്ടാക്കൾ ഉപേക്ഷിച്ച 2 വെട്ടുകത്തിയും കമ്പിപ്പാരയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് മോഷ്ടാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കയ്പമംഗലം SI റിയാസ് ചാക്കിരിക്കാണ് അന്വേഷണ ചുമതല. ഇരിങ്ങാലക്കുട DYSP PC ഹരിദാസിന്റെ സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരായ അച്ഛനും മകനും പരിക്കേറ്റു. മണ്ണമ്പേട്ട പൊട്ടത്തുപറമ്പിൽ അശോകൻ, മകൻ അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഇടിച്ചത്. അമിത വേഗതയിൽ വന്ന ബസ് അശ്രദ്ധമായി സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിന് കാരണം. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിന് മുകളിൽ മരം വീണു. യാത്രക്കാർക്ക് പരിക്കില്ല. ബസ്സിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നു. കുന്നംകുളം തൃശൂർ റോഡിൽ ബദനി സ്കൂളിന് മുന്നിലായാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്നും കോഴിക്കോടിന് പോകുകയായിരുന്ന KSRTC ബസ്സിന് മുകളിൽ റോഡരികിലെ മരം പൊട്ടിവീഴുകയായിരുന്നു. എരുമപ്പെട്ടി മേഖലയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവാകുന്നു. എരുമപ്പെട്ടി സ്കൂൾ പരിസരം, കരിയന്നൂർ, നെല്ലുവായ്, കുണ്ടന്നൂർ, പാഴിയോട്ടുമുറി എന്നിവിടങ്ങളിലാണ് കടങ്ങോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നത്. തുടർച്ചയായി പൈപ്പുകൾ പൊട്ടുന്നത് മൂലം ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. അധികൃതരുടെ അനാസ്ഥയിൽ ദുരിതമനുഭവിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങളാണ്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി മംഗലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. മംഗലം മുത്തുക്കര വീട്ടിൽ ടോമിയുടെ വീടിന്റെ 1ാം നിലയുടെ കോൺക്രീറ്റ് മേൽക്കൂരയാണ് പുലർച്ചെ തകർന്ന് റോഡിലേക്ക് വീണത്. റോഡിൽ വാഹനങ്ങളും വഴിയാത്രക്കാരും ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. കോൺക്രീറ്റ് മേൽക്കൂര താഴെയുള്ള വൈദ്യുതി കമ്പികളുടെ മുകളിലേക്ക് വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം തകരാറിലായി. വൈദ്യുതി പോസ്റ്റ് നടുവിൽ നിലനിർത്തി റോഡ് കോൺക്രീറ്റ് ചെയ്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് അധികൃതരുടെ അലംഭാവത്തിന്റെ പ്രതീകമായി റോഡിന് നടുവിൽ വൈദ്യുത തൂൺ നിൽക്കുന്നത്.
3 ലക്ഷം രൂപയുടെ തൊഴിലുറപ്പ് ഫണ്ട് ചിലവഴിച്ചാണ് എരുമപ്പെട്ടി കൃഷിഭവനിലേക്ക് 120 മീറ്റർ ദൂരമുള്ള കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത്. KSEBിക്ക് അപേക്ഷ നൽകി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ തയ്യാറല്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിയന്ത്രണം വിട്ട മിനി ടെമ്പോ പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ പന്നിത്തടത്ത് വെച്ചാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട മിനി ടെമ്പോ പാടത്തേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അരിമ്പൂരിൽ സുരക്ഷയില്ലാതെ റോഡ് പണി. ഇരുട്ടിൽ നടുറോഡിലെ മെറ്റൽ കുനയിൽ ബൈക്കിടിച്ച് യുവാവിന് പരിക്കേറ്റു. തലയ്ക്ക് പരിക്കേറ്റ ബൈക്ക് യാത്രികനായ അരിമ്പൂർ കാട്ടിപ്പറമ്പിൽ ഹരീഷിനെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വെളിച്ചമോ റിഫ്ലക്ടറോ സൂചനാസ്തൂപങ്ങളോ ഇല്ലാതെ നടുറോഡിലിട്ട മെറ്റൽ കൂനയിൽ തട്ടിയാണ് അപകടം. ബുധനാഴ്ച രാത്രി റോഡരികിലെ കുഴിയുടെ പരിസരത്തെ ടാർ വീപ്പകളുടെ മുകളിലേക്ക് കാർ ഇടിച്ചു കയറിയിരുന്നു. ഇവിടെയും തെരുവ് വിളക്കുകളില്ല. വ്യാഴാഴ്ച രാവിലെ പോലീസ് നിർദ്ദേശമനുസരിച്ചാണ് സൂചനാ ബോർഡ് സ്ഥാപിച്ചത്. ഇത്തരത്തിൽ അശ്രദ്ധമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ പറഞ്ഞു. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഈ നിർമ്മാണം പൂർത്തീകരിക്കാൻ പോകുന്നില്ല. കുടിവെള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ, ഈ പഞ്ചായത്തിൻ്റെ അധികൃതർ നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ, ഇതുപോലും ഈ LDFും UDFും വെച്ച് മാറിക്കൊണ്ട് കുടിവെള്ളത്തിന് പോലും പരിഹാരം കാണുന്നില്ല. മനക്കൊടി മുതൽ എറവു വരെ റോഡിലേക്ക് തള്ളിയാണ് കരാറുകാർ അശ്രദ്ധമായി പലയിടത്തും മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിനു പുറമെ സ്വകാര്യ മൊബൈൽ കമ്പനിക്കാരുടെ വക വലിയ കുഴികളുമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജകൾക്കും നിവേദ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തീർത്ഥമെടുക്കുന്ന മണിക്കിണർ ഏപ്രിൽ 5-ന് വറ്റിച്ച് വൃത്തിയാക്കും. പൂജാ ചടങ്ങുകൾ നേരത്തെ പൂർത്തിയാക്കി രാവിലെ 10ഓടെ ക്ഷേത്രനട അടയ്ക്കും. പിന്നീട് കിണർ വറ്റിച്ച് ശുചീകരിച്ച ശേഷം വൈകിട്ട് 4:30-നാണ് ക്ഷേത്രനട തുറക്കുക. 2014-ൽ കിണർ വറ്റിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്ന് കരുതുന്ന തിരുവാഭരണത്തിന്റെ ഭാഗമായുള്ള 60 ഗ്രാം തൂക്കമുള്ള നാഗപടത്താലി, മറ്റൊരു സ്വർണമാലയുടെ 15 ചെറിയ കല്ലുകൾ എന്നിവ ലഭിച്ചിരുന്നു. 2013-ലും 14-ലും കിണർ വറ്റിച്ചപ്പോൾ ചെളി അരിക്കുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കാൻ അനുവാദം ലഭിച്ചിരുന്നു. എയ്യാലിലെ സ്വകാര്യ കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് പൊളിച്ച് കേടുവരുത്തിയതായി പരാതി. 1 കിലോമീറ്റർ ദൂരത്തിൽ റോഡിന്റെ ഒരു വശവും സ്കൂളിന് മുന്നിൽ കുറുകെയുമാണ് പൈപ്പിടാൻ ചാല് കീറിയതും റോഡ് പൊളിച്ചതും. റോഡിലെ കലുങ്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്കൂളിലേക്ക് പൈപ്പിടാൻ പൊതു റോഡ് പൊളിച്ചത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. റോഡ് വെട്ടിപ്പൊളിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം നഗരസഭ മുൻ ചെയർമാനും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് റിട്ടയർഡ് മലയാളം പ്രൊഫസറും CMP സംസ്ഥാന കൗൺസിൽ അംഗവുമായ വടക്കത്ത് അപ്പുക്കുട്ടൻ മകൻ VA രാഘവൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. 1979 മുതൽ 83 വരെ നഗരസഭ ചെയർമാനായിരുന്നു. കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷൻ ക്ലബ്ബ് പ്രസിഡന്റ്, പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്ഥാപക പ്രസിഡന്റ്, കുന്നംകുളത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മണിമുഴക്കം സായാഹ്ന ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്ററായും എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള ദക്ഷിണ റെയിൽവേ അധികൃതരുടെ സംഘം പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. റെയിൽവേയുടെ വിവിധ വകുപ്പ് മേധാവികളാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ സംഘം വിലയിരുത്തി. പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയകുമാർ സ്റ്റേഷൻ വികസനത്തിനുള്ള നിവേദനം അധികൃതർക്ക് നൽകി. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കുക, സ്റ്റേഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കുക, ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുക എന്നിവയാണ് യാത്രക്കാരുടെ ആവശ്യങ്ങൾ. സ്വർണം തട്ടിയെടുക്കുന്നതിന് ബന്ധുവായ ബംഗാളി യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ 3ാം അഡീഷണൽ കോടതി വെള്ളിയാഴ്ച വിധി പറയും. ഇരിങ്ങാലക്കുട കാഞ്ഞിരത്തോട് ലൈനിൽ കണ്ടേശ്വരത്ത് സ്വർണ്ണപ്പണി നടത്തിയിരുന്ന ബംഗാളി സ്വദേശി യാദവ് കുമാറിനെ കൊലപ്പെടുത്തിയ കേസിലാണ് തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ ജഡ്ജി നിസാർ അഹമ്മദ് വിധി പറയുക. വ്യത്യസ്ത സംസ്കാരങ്ങളെ ഒരു കുടക്കീഴിലൊതുക്കി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന സരസ് മേള 2019-ന് തിരിതെളിഞ്ഞു. കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 100ഓളം CDS ചെയർപേഴ്സൺമാർ ഒരുമിച്ച് തിരിതെളിയിച്ചാണ് മേളയ്ക്ക് ഔപചാരിക തുടക്കം കുറിച്ചത്. കുന്നംകുളം CDSലെ കുടുംബശ്രീ പ്രവർത്തകർ അണിനിരന്ന തിരുവാതിരക്കളിയും ആദ്യ ദിനത്തെ ആസ്വാദകരമാക്കി. തുടർന്ന് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശില്പവും കലാഭവൻ പ്രമോദ് നയിച്ച
മെഗാ ഷോയും സരസ്മേള ഉത്സവലഹരിക്ക് മാറ്റുകൂട്ടി. വിദ്യാർത്ഥികളിൽ സഹജീവി സ്നേഹത്തിന്റെ വിത്ത് പാകിയ തൃത്തല്ലൂർ UP സ്കൂളിലെ ജീവന്റെ ജീവൻ പദ്ധതി 11 വർഷം പിന്നിടുന്നു. നാട്ടിക നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്കായി അന്നത്തെ MLA TN പ്രതാപൻ നൽകിയ ആശയം പഠനത്തോടൊപ്പം വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണവുമായിരുന്നു. ആശയത്തിന് ജീവൻ നൽകിയത് സ്കൂളിലെ അധ്യാപകനായ KS ദീപനും പഴയ സഹപാഠിയായ ഡോക്ടർ സുരേഷുമാണ്. സ്കൂളിലെ തോട്ടത്തിൽ വിളയിച്ച പച്ചക്കറി വിറ്റും മിഠായി വാങ്ങാൻ കുട്ടികൾ സൂക്ഷിച്ച നാണയത്തൊട്ടുകളും കൊണ്ട് മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്വന്തമാക്കി. സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധയാകർഷിച്ച സ്കൂളിലെ ഔഷധത്തോട്ടം മണിക്കുട്ടിക്ക് കൂടൊരുക്കി. ഓരോ വർഷവും ആട്ടിൻകുട്ടികളെ പരിപാലിക്കാൻ കുട്ടികൾക്ക് കൈമാറുന്നതായിരുന്നു പദ്ധതി. 2008 ഓഗസ്റ്റ് 5-ന് മുൻ വനംവകുപ്പ് മന്ത്രി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്ത ജീവന്റെ ജീവൻ പദ്ധതി പിന്നീട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. പദ്ധതിയുടെ 11ാം വാർഷികത്തിൽ പൊന്നു, നന്നു എന്നീ 2 ആട്ടിൻകുട്ടികളുടെ സംരക്ഷണമാണ് 2 വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത്. സ്കൂളിലെ ഗോഡ് ക്ലബ് അംഗങ്ങളായ 4ാം ക്ലാസ് വിദ്യാർത്ഥി AK മുഹമ്മദ് സിനാനും 5ാം ക്ലാസ് വിദ്യാർത്ഥി VS മുഹമ്മദ് സിനാനും ഡോക്ടർ PD സുരേഷ് ആട്ടിൻകുട്ടികളെ സമ്മാനിച്ചു. പദ്ധതി സ്ഥാപക കൺവീനർ കൂടിയായ അധ്യാപകൻ KS ദീപൻ, വാടാനപ്പള്ളി വെറ്ററിനറി സർജൻ ഡോക്ടർ NB സെബി, പ്രധാനാധ്യാപിക CP ഷീജ, V ഉഷാകുമാരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 11ാം വർഷത്തിലും തൃത്തല്ലൂർ UP സ്കൂൾ വിദ്യാർത്ഥികളിൽ നിറയുകയാണ് ജീവന്റെ ജീവൻ. TCV ന്യൂസ്, തൃപ്രയാർ. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. മതതീവ്രതയിലൂടെയോ ഭീഷണികളിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ അല്ല ഇസ്ലാം മതം വളർന്നതും വികസിച്ചതുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. വെങ്കിടങ്ങ് സലാമ പാർക്കിൽ സ്ഥാപിതമായ സുഹൃത്തുൽ ഖുർആൻ പ്രീ സ്കൂൾ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കാന്തപുരം. ജീവിക്കുന്ന മദ്രസകളാകണം മക്കളെ സ്നേഹിക്കുന്ന ഓരോ മാതാപിതാക്കളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കരീം വെങ്കിടങ്ങ്, അബ്ദുൾ വാഹിദ് നിസാമി, MP ഖാലിദ് എന്നിവർ സംസാരിച്ചു. വീടി ചോദിച്ചതിന് ബാർബർ ഷോപ്പിൽ വെച്ച് കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ 3 വർഷം തടവിനും 10,000 രൂപ പിഴ അടയ്ക്കാനും ഇരിങ്ങാലക്കുട അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷിച്ചു. വരന്തരപ്പള്ളി കരിക്കുളം ഈശ്വരൻ ചാലിൽ നിനേഷിനെയാണ് ശിക്ഷിച്ചത്. വരന്തരപ്പള്ളി SI ആയിരുന്ന KK തോമസിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PJ ജോബി, അഡ്വക്കേറ്റുമാരായ ജിഷ ജോബി, അൽജോ P ആന്റണി, VS ദിനിൽ എന്നിവർ ഹാജരായി. തൃശൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ കൂടൽമാണിക്യം ക്ഷേത്ര ദർശനം നടത്തി. കാട്ടുങ്ങച്ചിറയിലെ SNDP യൂണിയൻ മന്ദിരത്തിൽ ഗുരുദേവ പ്രതിമയ്ക്ക് മുന്നിലും കാട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദിലും പ്രാർത്ഥനയ്ക്ക് ശേഷം വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. അഡ്വക്കേറ്റ് MS അനിൽകുമാർ, സോണിയഗിരി, TV ചാർലി, തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെ 2 യുവാക്കളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോടശ്ശേരി ചട്ടിക്കുളം സ്വദേശി എടമന വീട്ടിൽ ഇഞ്ചിക്കുട്ടൻ എന്നറിയപ്പെടുന്ന ജിജിൻ, തൃശൂർ പനമുക്ക് സ്വദേശി അനുഗ്രഹ് എന്നിവരാണ് കഞ്ചാവ് പൊതികളുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. വെള്ളിക്കുളങ്ങര CI ലൈജുമോൻ, SI SS ഷിജു, ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി മേൽപ്പാലത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ചയാളെ പോലീസ് കൈയോടെ പിടികൂടി. കാസർകോട് കുമ്പള സ്വദേശി അബ്ദുൾ സമദിനെയാണ് ചാലക്കുടി CI മാത്യുവും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. എലിഞ്ഞിപ്ര സ്വദേശി ശ്രീരാജിന്റെ യമഹ ബൈക്കാണ് മേൽപ്പാലത്തിനടിയിൽ നിന്നും മോഷ്ടിച്ചത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി കൊടിമരം എണ്ണയിൽ സമർപ്പിക്കുന്ന തൈലാധിവാസം ചടങ്ങ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ വനത്തിൽ നിന്നും ആചാരവിധികളോടെ മുറിച്ചെടുത്ത തേക്കുമരം കക്കാട് ക്ഷേത്രത്തിൽ എത്തിച്ച് ധ്വജമായി രൂപപ്പെടുത്തി കഴിഞ്ഞു. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം
കൊടകര ശിവരാമൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് കൊടിമര പണികൾ നടത്തിയത്. സുരേഷ് ഗോപി MP തൈലാധിവാസം ചടങ്ങ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ കക്കാട് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, OA പരമേശ്വരൻ, മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. സൂഫി വര്യനായിരുന്ന കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ പുനർനിർമ്മിച്ച മഖം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ PA അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി PSK മൊയ്തു ബാഗവി മാടവന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി, സയ്യിദ് നദീർ തങ്ങൾ, PMS തങ്ങൾ ബ്രാലം, PC അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി SYS സാന്ത്വനം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയന്നൂർ സ്വദേശിയായ വീട്ടമ്മയ്ക്ക് ചികിത്സാ സഹായം നൽകി. ചികിത്സാ സഹായ സമിതി ഭാരവാഹികളും മാധ്യമപ്രവർത്തകരുമായ കബീർ കടങ്ങോട്, റഷീദ് എരുമപ്പെട്ടി എന്നിവർ ചേർന്ന് സഹായം ഏറ്റുവാങ്ങി. SYS സാന്ത്വനം കമ്മിറ്റി ഭാരവാഹികളായ KA ഹൈദർ, PS ഷഹീൻ, MM ഇല്യാസ്, KA നിസാർ, VA അഷ്കർ, ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഐക്യജനാധിപത്യ മുന്നണി കൊടകര മണ്ഡലം കൺവെൻഷൻ ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MK ഷൈൻ അധ്യക്ഷത വഹിച്ചു. VO പൈലപ്പൻ, CG ബാലചന്ദ്രൻ, എബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. UDF ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകി പങ്കജം. വിരമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സസ്പെൻഡ് ചെയ്യപ്പെട്ട അടാട്ട് പഞ്ചായത്ത് മുൻ സെക്രട്ടറിയാണ് പങ്കജം. ഇവരെ നിരുപാധികം തിരിച്ചെടുക്കാൻ പിന്നീട് പഞ്ചായത്ത് ഡയറക്ടർ ശുപാർശ ചെയ്യുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഗവൺമെന്റ് LP സ്കൂളിന്റെ വികസന പത്രിക കുഞ്ഞലമൊട്ടുകൾ പുറത്തിറക്കി. VR സുനിൽകുമാർ MLA പത്രിക പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ആദ്യ പത്രിക ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ബിജോയ് കിഷോർ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല, SM സിറാജുദ്ദീൻ, വിലാസ് കുമാരി, ആശ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ പേരകത്ത് വീട്ടിൽ വളർത്തിയിരുന്ന 2 ജോഡി അലങ്കാര പ്രാവുകൾ മോഷണം പോയി. പട്ടണത്ത് മുകുന്ദന്റെ പ്രാവുകളാണ് മോഷണം പോയത്. അമേരിക്കൻ മയിൽ പ്രാവ് ഇനത്തിൽപ്പെട്ട പ്രാവുകളെയാണ് കൂടിന്റെ ഇരുമ്പ് വല മുറിച്ചെടുത്ത് കടത്തിക്കൊണ്ടുപോയത്. മാസങ്ങൾക്ക് മുൻപ് സിറാസ് ഇനത്തിൽപ്പെട്ട 4 ജോഡി പ്രാവുകളും മോഷണം പോയിരുന്നു. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. മേഖലയിൽ രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എരുമപ്പെട്ടി കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം പള്ളിയിലെ ജുമാ ഉദ്ഘാടനം വെള്ളിയാഴ്ച പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ചടങ്ങിന് പള്ളി ഇമാം മുഹമ്മദ് ഷെരീഫ് സുഹാരി നെന്മാറ അധ്യക്ഷത വഹിക്കും. ആദൂർ മഹല്ല് പ്രസിഡന്റ് KK സലാം ഹാജി, സെക്രട്ടറി KK അബു, എരുമപ്പെട്ടി മഹല്ല് പ്രസിഡന്റ് MM ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുക്കും. LDF കൊടകര സൗത്ത് മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PK ഗിരിജ വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. PG വാസുദേവൻ നായർ, KC ജെയിംസ്, ബ്ലോക്ക് പ്രസിഡന്റ് അമ്പിളി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനെ വിജയിപ്പിക്കാൻ വെൽഫെയർ പാർട്ടി കൺവെൻഷൻ തീരുമാനിച്ചു. മാള വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ ജില്ലാ സെക്രട്ടറി ഹംസ എളനാട് ഉദ്ഘാടനം ചെയ്തു. FITU ജില്ലാ സെക്രട്ടറി ഷെരീഫ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ, വെൽഫെയർ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം KR സദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കടുത്ത ചൂട് ഒരാഴ്ച കൂടി. ജാഗ്രതാ നിർദ്ദേശം 31 വരെ തുടരും. ജില്ലയിൽ 11 പേർക്ക് സൂര്യാതാപമേറ്റു. കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നില്ല. വൈദ്യുതി എത്താത്ത അംഗൻവാടികളിൽ ദുരിതം പേറി കുരുന്നുകൾ. മത്സ്യമേഖല വറുതിയിലായതോടെ തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയ മത്സ്യബന്ധന രീതികളും പ്രതിസന്ധിയായി. അധ്യയന വർഷാവസാന ആഘോഷം അതിരുകടന്നു. മതിലകത്ത് 10ാം ക്ലാസ്സുകാരന് കുത്തേറ്റു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.